ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലൊക്കെ തന്നെയുള്ള ഒരു തണുപ്പൻ എപ്പിസോഡായിരുന്നു. അമിത പ്രതീക്ഷയൊന്നും ഇല്ലാതെ കണ്ടിട്ട് പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയധികം ലാഗായിരുന്നു. ഓക്കെ, പിന്നെ ഇതിനെ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ നോക്കിയാൽ ലാലേട്ടൻ ഒരു മനുഷ്യനല്ലേ, എത്രയെന്ന് പറഞ്ഞിട്ടാണ് ഓരോ ആഴ്ച അവിടെ പോയി നിന്ന് ഒരേ രീതിയിൽ ഈ മോണോട്ടോണസ് ആയിട്ട് വഴക്ക് പറയാൻ പറ്റുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് ലാലേട്ടൻ ഇത് പറഞ്ഞുകൊണ്ടാണ് എല്ലാ ആഴ്ചയും ഞാൻ വരും, വഴക്ക് പറയും, പോകും, എന്നിട്ട് അതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും നടക്കും. കറക്റ്റ് കാര്യമാണ്, ഒരേ ടെംപ്ലേറ്റ് പ്രശ്നങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് അവരെ കൊണ്ട് കുറെ കളിപ്പിക്കാം എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഇത്തിരി ബോറടിച്ചാലും വേണ്ടില്ല, ഈ നെവിൻ ഷാനവാസ് വിഷയം ഞാൻ ചോദിക്കില്ല എന്ന് ലാലേട്ടൻ ചിലപ്പോൾ ഷോ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും എന്താ പറയുക, നാണം കെട്ട ഒരു വിഷയമാണത്. അതിപ്പോ ആരുടെ ഭാഗത്താണ് ന്യായം എന്താണെന്നുള്ളതൊന്നും നോക്കുന്നില്ല, അതൊരു സർഫസ് ലെവലിൽ തന്നെ അത്രയും നാണം കെട്ട ഷെയിംലെസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതൊക്കെ ആ ഒരു വലിയ മനുഷ്യൻ അഡ്രസ് ചെയ്യുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതും ദാദാ സാഹിബ് ഫാൽക്കെ പോലത്തെ അത്രയും വലിയൊരു അവാർഡൊക്കെ ഇപ്പൊ ലഭിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അത്രയും വലിയൊരു മനുഷ്യൻ, മഹാനായ ഒരു മനുഷ്യൻ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇവരുടെ മുന്നിൽ ഓരോ ആഴ്ചയും വന്ന് നിന്ന് അവരുടെ ഓരോ കുൽസിതങ്ങളും ചോദിക്കുന്ന ഒരു അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് വളരെ മോശമാണ്. അപ്പോ അതുകൊണ്ടാണ് ഈ രീതിയിലൊരു എന്താ പറയുക, GK കുസൃതി ചോദ്യം അങ്ങനെ ഒരു എപ്പിസോഡാക്കി ഇത് മാറ്റിയത്. പിന്നെ ഇൻഡയറക്ട്ലി ഒരു വിഷയത്തെ ലാലേട്ടൻ പരാമർശിക്കുന്നുണ്ട് കേട്ടോ, അല്ലാതെ നേരിട്ടിറങ്ങി ചെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡിസ്കഷൻ ഒന്നും നടത്തുന്നില്ല. ഇൻഡയറക്ട്ലി പറയുന്നുണ്ട്. ഈ പേരും പറഞ്ഞ് പിണങ്ങിയിരിക്കുന്ന ഒരു നെവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എപ്പിസോഡിനകത്ത്. നെവിൻ ഒട്ടും ഉഷാറല്ലാതെ തലയൊക്കെ താഴ്ത്തി വിഷമിച്ചിരിക്കുന്ന പോലെയൊക്കെ കണ്ടിരുന്നു. എന്തായാലും നെവിൻ ഷാനവാസ് വിഷയം ഈ രീതിയിൽ ഡീൽ ചെയ്തത് വളരെ അപ്രതീക്ഷിതമായിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. വലിയ മാസീവ് ആയിട്ടുള്ള ഫയർ ആയിട്ടുള്ള ലാലേട്ടനെ ഒക്കെ വീട്ടുകാരും പ്രേക്ഷകരും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ട് വന്നതാണെങ്കിൽ മറ്റേ ചിരിച്ച് ക്വിസ് ഷോ നടത്തുന്ന ഒരു ലാലേട്ടനാണ്. ബിഗ് ബോസ് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആകുമ്പോഴാണ് കാണാനാണെങ്കിൽ ഒരു രസം. അല്ലാതെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഷാനവാസ് രണ്ട് തെറിയും പറഞ്ഞ് മറ്റേ സിനിമയും കാണിച്ച് നീതി നടപ്പാക്കാൻ പോയാൽ ഷോ ഇത്തിരി പ്രഡിക്റ്റബിൾ ആയി പോയേനെ. ഇതിപ്പോ എനിക്കിത്തിരി ലാഗ് അടിച്ചു എന്ന് പറഞ്ഞാലും കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്, രസമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ അതിനെ മാനിക്കുന്നു. എനിക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറെ ലാഗ് അടിച്ചു ഈ ഒരു എപ്പിസോഡ്. അത് ഞാൻ തുറന്നങ്ങ് പറയുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.